ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മളുടെ LDൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഇന്നാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, LDൻ്റെ അവസാനം നമുക്ക് അയക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ജനുവരി 3-ാം തീയതിയാണ്. അപ്പോൾ ആരും അതുവരേക്കും എടുത്ത് വയ്ക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വരെയോ അതുവരെയൊന്നും എടുത്ത് വയ്ക്കാതെ വേഗം തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 503/2023 എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിനും 14 ജില്ലകൾക്കുമായിട്ട് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് നമുക്കിവിടെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 18-നും 36-നും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ LDക്കായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളുടെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള വയസ്സളവും കൂടെ അതിൻ്റെ ഉള്ളിൽ ലഭിക്കും. അപ്പോൾ അതെല്ലാം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെയുള്ളവർക്ക് നമ്മളുടെ LDCക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആരും വൈകിക്കാതെ വേഗം തന്നെ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ഏത് ഡിസ്ട്രിക്റ്റിലേക്ക് അയക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. കഴിഞ്ഞ LDൻ്റെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അത് പക്ഷേ ഏറ്റവും കൂടുതൽ പേര് എഴുതിയിരിക്കുന്നതും ഏകദേശം 2 ലക്ഷത്തോളം അപേക്ഷകരും തിരുവനന്തപുരത്താണ് ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എറണാകുളത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കൺഫ്യൂസ് ആയിട്ടിരിക്കാതെ പറ്റുമെങ്കിൽ നമുക്ക് നമ്മളുടെ സ്വന്തം ജില്ലയിൽ തന്നെ LDക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. സ്വന്തം ജില്ലയിൽ തന്നെ നമ്മളുടെ വീടിനടുത്തുള്ള ഓഫീസിൽ തന്നെ ജോലി വാങ്ങിക്കാനും എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഏത് ജില്ലയിൽ ഞാൻ പോയി അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിച്ച് കൺഫ്യൂസ് ആവാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വർഷം എല്ലാവരും കുറച്ച് അപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നത് കണ്ണൂരിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പോയി കണ്ണൂർ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ണൂരിൽ എക്സാം എഴുതിയവരുടെ എണ്ണം കൂടുതലും നിയമന ശുപാർശ കുറവും ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോയി പെടാതിരിക്കാനായിട്ട് സ്വന്തം ജില്ലയിൽ സേഫായി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി LDൻ്റെ നോട്ടിഫിക്കേഷൻ വരട്ടെ, അല്ലെങ്കിൽ കൺഫർമേഷൻ വരട്ടെ, ഡേറ്റ് വരട്ടെ എന്നുള്ളതൊന്നും പറഞ്ഞിട്ട് ഇനി ഇരിക്കരുത്. ഇത് നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതുപോലെ നമ്മളുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിൽ നമ്മൾ LDC ബാച്ച് ഒരു 2-3 മന്ത്സ് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വളരെ കുറച്ച് ടോപ്പിക്കുകൾ വളരെ വേഗത്തിൽ നമ്മൾ എടുത്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചു പോകുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മളുടെ സിലബസിലുള്ള LD മെയിൻസിൻ്റെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ അടുത്തത് സിലബസ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് എക്സാമിനായിട്ട് പഠിക്കാനുള്ളത് മാറ്റിവെക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കരുത്. എത്രയും വേഗം പഠിക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ എല്ലാവരും PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മളുടെ LDC 2024 എന്ന ബാച്ചിൽ നമ്മളുടെ കൂടെ പഠിച്ചു പോകാനായിട്ടും ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സസ് എല്ലാം തന്നെ തികച്ചും സൗജന്യമായിട്ട് നമ്മൾ യൂട്യൂബിലൂടെയാണ് നൽകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇനി ഇടയ്ക്ക് വെച്ചോ ഒന്നും നമ്മളത് മാറ്റാനോ ഇനി പെയ്ഡാക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല. നമ്മളെ LD കഴിയുന്നത് വരെയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ LDക്കായിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ച് തുടങ്ങാത്തവർ ആ പ്ലേലിസ്റ്റിലെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ തൊട്ട് നമ്മളിപ്പോൾ എടുത്ത് നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ LD അങ്ങ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അതിന് നമുക്ക് നമ്മളുടെ മാക്സിമം കഴിവും ഉപയോഗപ്പെടുത്താനായിട്ടും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം തന്നെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മളുടെ കൂടെ ഫുള്ളായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ജോലിയും കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.